എനിക്കും അറിയട്ടോ ഇങ്ങനെയൊക്കെ ആടോ ആ ദീപാവലി. ഞാൻ ഹലോ ഗോയ്സ്, വെൽക്കം ടു മക്കു കുക്കു യൂട്യൂബ് ചാനൽ. ഞാൻ എന്താ ഒരു പെട്ടിയൊക്കെ ആയിട്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്തായിരിക്കും? തംബ്നെയിലിൽ കണ്ടതുപോലെ ദീപാവലിക്ക് വിളക്ക് കത്തിക്കാൻ പോവാ. അപ്പം അതിനുള്ള ചട്ടികളാണ്. ഇവിടെ പെരുമഴയാണ്, അതുകൊണ്ട് വെട്ടവും വെളിച്ചമൊന്നുമില്ല. സോ നമുക്ക് ആദ്യം കഴിഞ്ഞ തവണത്തത് കഴിഞ്ഞിട്ടെടുത്ത് വെക്കുന്ന, ഞാൻ കുളിച്ചതേ ഉള്ളൂ, അത് മുടി ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് എടുക്കാം. എല്ലാ പ്രാവശ്യവും ദീപാവലി ഇങ്ങനെ വിളക്ക് കത്തിച്ച് ആഘോഷിക്കുമെന്നല്ലാതെ ഇതിൻ്റെ ഐതിഹ്യമൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇത്തവണ പക്ഷെ ഞാൻ എല്ലാം നോക്കി, പക്ഷെ കത്തിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് നോക്കിയത്. അന്വേഷിച്ചപ്പോൾ ഏകദേശം 5 സ്റ്റോറീസ് പറയുന്നുണ്ട്. അതിലൊന്നാമത്തത് എന്തെന്ന് വെച്ചാൽ, രക്തബീജൻ എന്ന് പറഞ്ഞൊരു രാക്ഷസനുണ്ടായിരുന്നു. പുള്ളിയുടെ ഓരോ ബ്ലഡിൽ നിന്നും പുതിയ രാക്ഷസന്മാരുണ്ടാവുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറായപ്പം ദുർഗാദേവിയുടെ നെറ്റിയിൽ നിന്ന് കാളിദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ രക്തബീജനെ അങ്ങ് ഡെഡാക്കി, കൊന്നുകളഞ്ഞു. അങ്ങനെ തിന്മയെ ജയിച്ചതിന് വെസ്റ്റ് ബംഗാളിൽ വഴക്കാളിച്ചുന്നു വന്നു. വഴക്കാളിച്ചുരു വരാവേ, എണ്ണ ഒഴിക്കാനായി ഞാൻ കുക്കുനെ ക്ഷണിച്ചു കൊള്ളുന്നു. രണ്ടാമത്തെ കഥയെന്ന് വെച്ചാൽ, ഇന്ദ്രദേവന്റെ അഹങ്കാരം സഹിക്ക വയ്യാതെ ലക്ഷ്മി ദേവി ദേവലോകം വിട്ട് പാൽക്കടലിലോട്ട് പോയി. അങ്ങനെ ലോകം ആകെ സങ്കടത്തിലായി. ദേവന്മാർ 1000 വർഷം പാൽക്കടലിൽ കടഞ്ഞ് ദേവിനെ തിരിച്ചു കൊണ്ടുവന്നത്, അതും താമരപ്പൂവിൽ. അങ്ങനെയാണ് വേറൊരു ഐതിഹ്യം. അങ്ങനെ ദേവിയെ നമ്മൾ വീടുകളിലേക്ക് സ്വീകരിക്കാൻ ദീപങ്ങൾ തെളിയിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഈ കത്തിക്കുന്ന ദീപങ്ങൾ. ഇതിലോട്ട് നോക്ക്. ഞുന്നു എവിടെ? ഞുന്നു വിളക്ക് കത്തിക്കാൻ പോരാ. മൂലകളിൽ നോക്കി വെച്ചതാണ്. മൂല കുറച്ച് ഭംഗിക്ക് വേണ്ടി അത് കുറ്റമായി. അതൊക്കെ ശാന്തു ഹൈടെക്കാ. ഒരു മൂല നനച്ചിട്ട് ശാന്തു തല തിരിച്ചിടുക. കുട്ടിയാ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എല്ലാവരുടെയും ജീവിതം ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നവയാകട്ടെ. ഇങ്ങനെയൊക്കെ ആടോ ആ ദീപാവലി. ഞാൻ ദിസ് ഈസ് ദീപാവലി രാമനൊന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ലടി. എൻ്റെ വിവരമില്ലായ്മ കൊണ്ടാണ് ഞാനപ്പോൾ രാമനും സീതയായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞേ. പിന്നീട് ശാന്തു പറഞ്ഞപ്പോൾ കാര്യം പിടികിട്ടി. കാട്ടിലെ മാസമെല്ലാം കഴിഞ്ഞ് വരുമ്പോ ദീപാലങ്കൾ വന്നിട്ട് അയോധ്യയാക്കിയില്ലേ? ഓ, ഡെക്കറേറ്റ് ചെയ്തത് കൊണ്ടാവും. എന്നാലും അതിന് ദീപാവലി എന്നാടാ ഇപ്പോൾ ശാന്തു പറഞ്ഞാണ് ഗൈസ് 3rd സ്റ്റോറി. അതായത് ശ്രീരാമൻ്റെ അയോധ്യയിലേക്കുള്ള മടങ്ങി വരവ്. ഒരു 14 വർഷം വനവാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ നഗരവാസികൾ ദീപങ്ങളും പുഷ്പങ്ങളും ഒക്കെ കൊണ്ട് ആ വഴി മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഐതിഹ്യവും ദീപാവലിക്കുണ്ട്. ഇനി 4ാമത്തെ സ്റ്റോറി എന്ന് വെച്ചാൽ, നരകാസുരൻ എന്ന് പറഞ്ഞൊരു രാക്ഷസനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി മിസ്റ്റർ ബ്രഹ്മാവിൻ്റെ ഒരു വരം മേടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ മമ്മിക്ക് മാത്രമേ പുള്ളീനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അപ്പം അമ്മയെന്ന് പറയുന്നത് ഭൂമിദേവിയായിരുന്നു. അപ്പോൾ ഭൂമിദേവി സത്യഭാമയുടെ രൂപത്തിൽ അവതരിച്ച് ശ്രീകൃഷ്ണൻ്റെ ഭാര്യയായിട്ട് കഴിയുമ്പോൾ ശ്രീകൃഷ്ണനും ഈ നരകാസുരനും തമ്മിൽ യുദ്ധം വരും. ആ യുദ്ധത്തിൽ നരകാസുരൻ കൃഷ്ണനെ ഉപദ്രവിക്കുന്ന കണ്ട് സഹിക്ക വയ്യാതെ സത്യഭാമ പുള്ളിയെ കൊല്ലുമായിരുന്നു. അങ്ങനെ കൊന്നത് തിന്മയെ നന്മ ജയിച്ചതായിട്ട് വന്നു. അതും ദീപാവലിയെ സൂചിപ്പിക്കുന്നു എന്നാണ് വേറൊരു സ്റ്റോറി. കാര്യം ഭർത്താവിന് നൊന്ത ഭാര്യയ്ക്കത് വിഷമമാകുമല്ലോ, ആ പ്രതികരണം അതിലൂടെ കൊന്നു. ചുന്നു ഇതാണ് അമ്പോറ്റിയെ തൊഴുതേ പൊന്ന് തൊഴുതേ. കണ്ടോ അമ്പോറ്റിയെ തൊഴുന്ന പോയി കുഞ്ഞിനെ കണ്ടോ നിങ്ങള്? ഇനി ദ ലാസ്റ്റ് ആൻഡ് 5th സ്റ്റോറി, അത് പാണ്ഡവന്മാരുമായിട്ട് ബന്ധപ്പെട്ട. അതായത് ചൂതാട്ടത്തിൽ തോറ്റ പാണ്ഡവന്മാർ 12 വർഷം വനവാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ നഗരവാസികൾ വിളക്കൊക്കെ കത്തിച്ച് സ്വീകരിച്ചു. അതിനെയും ദീപാവലിയായിട്ട് ബന്ധം പറയുന്നു. ഈ കഥകളെല്ലാം ഞാൻ അറിയുന്നത് ഇത്രയും വർഷത്തിനിടയിൽ ഈ ദീപാവലിക്കാണെന്ന് മാത്രം. എന്തായാലും നിങ്ങൾക്കും അത് മനസ്സിലായി കാണും. അങ്ങനെ ദീപാവലിയുടെ വിളക്കൊക്കെ കത്തിച്ചു. എല്ലാവരുടെയും ജീവിതം. ഉക്കുനും എല്ലാതും പറയാനുണ്ടോ?
എനിക്കും അറിയത്തില്ല കയ്യിൽ നിന്ന് ഇടുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും ജീവിതം പ്രഭാതപൂരിതമാകട്ടെ. അമ്മയ്ക്ക് വല്ലതും പറയണ്ടോ? സോറി ഗൈസ്, പ്രകാശപൂരിതമാകട്ടെ. പ്രകാശം, എനിക്ക് സംഭവം മനസ്സിലായില്ലേ, അത് തന്നെ. അപ്പോൾ ഹാപ്പി ദിവാലി. വീടും അടിപൊളിയായി, ഞാനും അടിപൊളിയായി. അപ്പോൾ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഡു വാച്ച്, ഫുൾ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ എന്തെങ്കിലും നന്നാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, ഞാൻ ചെയ്യാം. Okay, thanks for watching. Bye bye.